ഫി മസാല ബോണ്ട് പ്രശ്നത്തിൽ നേരത്തെ തന്നെ തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുക്കുകയും അത് കോടതിയിലും മറ്റുമൊക്കെ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് BJPയുടെ നിർദ്ദേശപ്രകാരം ED തോമസ് ഐസക്കിന് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിക്രമമാണ്. ഞങ്ങളത് നിയമപരമായി തന്നെ ഗവൺമെൻറ് നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. EDയുടെ കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളെയും നിയമപരമായും അല്ലാതെ തന്നെ ചെറുക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാം. ഈ കോൺഗ്രസ് പറയുന്ന CPM BJPയുമായി കള്ളക്കളിയുണ്ട്. ഈ നോട്ടീസ് മുരളീധരനൊക്കെ പറഞ്ഞത് നോട്ടീസ് നൽകും, പക്ഷേ പിന്നീട് അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകില്ല, അതൊരു കള്ളക്കളിയുടെ ഭാഗമാണെന്ന് മാത്രം. ഞങ്ങൾക്ക് BJPയായിട്ട് യാതൊരു ബന്ധവുമില്ല, കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുറേ നാളുകളായി ED കേരളത്തെ കുരുക്കുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ CPM നേതാക്കന്മാരെ കുരുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം പൊളിഞ്ഞ് പാളീസായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 ദിവസം ബാക്കി നിൽക്കെ ഈ നോട്ടീസുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2019 വിഷയമാണ്, 2022 വലിയ പ്രചരണ വിഷയമായ ഒരു കാര്യം കൂടിയാണ്. ഏതാ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായ ഒരു വിവാദം കൂടിയാണ്. അല്ല, അതെല്ലാം നമുക്ക് വിവാദങ്ങൾ മനഃപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആ രൂപത്തിൽ തന്നെ നേരിടുന്നുണ്ട്. ജനങ്ങൾ ആ രൂപത്തിൽ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്.